സുഡാനിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിൽ UAEക്ക് പങ്കുണ്ടെന്ന വാർത്തകളും കണ്ടപ്പോൾ ആദ്യം ഓർമ്മയിൽ വന്നത് 2006 പുറത്തിറങ്ങിയ എഡ്വേർഡ് സ്വിക് സംവിധാനം ചെയ്ത ലിയനാർഡോ ഡികാപ്രിയോ ചിത്രം ബ്ലഡ് ഡയമണ്ട് ആണ്. ആഫ്രിക്കൻ രാജ്യം തന്നെയായ സിയറോ ലിയോണിലെ വജ്രഖനികൾക്കുമേൽ ആധിപത്യം ഉറപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആഭ്യന്തര സംഘർഷത്തിൽ പക്ഷം പിടിക്കുകയും ഒരു വിഭാഗത്തിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത പാശ്ചാത്യ ഇടപെടലുകളെ തുറന്നു കാണിക്കുന്നതായിരുന്നു ആ സിനിമ. ഇതുപോലെ 2023 ആരംഭിച്ച സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തിൽ UAE ഇടപെടുന്നു എന്നാണ് ആരോപണം ഉയരുന്നത്. അവിടെയുള്ള സമ്പുഷ്ടമായ സ്വർണ്ണഖനികളും മറ്റും ലക്ഷ്യമിട്ട് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന പാരാമിലിറ്ററിക്ക് UAE ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് ആക്ഷേപം. RSFും സുഡാനീസ് ആംഡ് ഫോഴ്സും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം രാജ്യമൊട്ടുക്കും വലിയ വിപത്തായി മാറിക്കഴിഞ്ഞു. 2023 ഖാർത്തൂമിൽ ആരംഭിച്ച 2 സൈനിക സന്നാഹങ്ങളുടെ തലവന്മാർ തമ്മിലുള്ള അധികാര വടംവലി ഒരു രാജ്യത്തെ ഇത്രമേൽ കെടുതികളിലേക്ക് തള്ളിവിടും എന്നാരും കരുതി കാണില്ല. 1.5 ലക്ഷം ആളുകളാണ് ഇതിനകം കൊല്ലപ്പെട്ടത്. 2 കോടിയിലധികം ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരായി. എൽ ജനീൻ, എൽ ഫാഷർ തുടങ്ങിയ നഗരങ്ങൾ ചാവു നിലങ്ങളായി മാറി. സ്ത്രീകളും കുട്ടികളും ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ്. ചില രംഗങ്ങൾ, അവിടെ നിന്ന് വരുന്ന ചില രംഗങ്ങൾ കണ്ടു നിൽക്കാൻ കഴിയുന്നതിലും ഭീതിതമാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന അക്രമികളുടെ ഉപരോധങ്ങളാൽ ചില ഗ്രാമങ്ങളിൽ ഇപ്പോൾ 3.25 ലക്ഷത്തോളം ആളുകൾ പട്ടിണിയിൽ കിടന്ന് നരകിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. കോളറ പോലുള്ള പകർച്ചവ്യാധികൾ പടരുന്നു. ആശുപത്രികൾ പോലും ആക്രമിക്കപ്പെടുന്നു. സുരക്ഷിതമായ ഒരിടമില്ല എന്നായിരിക്കുന്നു. ഡാർഫർ പ്രവിശ്യയിൽ മസാലിത്ത് എന്ന അനറബി വംശത്തെ വംശീയ ഉന്മൂലനം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് ആളുകളെയാണ് RSF മിലിറ്റന്റുകൾ കൊന്നുതള്ളുന്നത്. ആൺകുട്ടികളെയും പുരുഷന്മാരെയും വെടിവെച്ചു കൊന്നും സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗത്തിനിരയാക്കിയും രാക്ഷസ നൃത്തം ചവിട്ടുകയാണ് അക്രമികൾ. ഇതിനിടെയാണ് UAEക്കെതിരെ ആരോപണം ഉയരുന്നത്. എന്നാൽ തങ്ങൾ സുഡാനിൽ ആർക്കും ആയുധങ്ങൾ നൽകുന്നില്ലെന്നും സഹായഹസ്തങ്ങൾ നീട്ടുകയാണ് ചെയ്യുന്നതെന്നും UAE വാദിക്കുന്നുണ്ട്. പക്ഷേ സുഡാനിലെ കലാപബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള സ്വർണം ദുബായിലെ സ്വർണ്ണച്ചന്തകളിൽ വരുന്നുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സുഡാനിലെ 10,000-കണക്കിന് ആളുകളുടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ ചോരക്കറ ആരുടെയൊക്കെ കയ്യിലുണ്ട് എന്ന് ലോകം അറിഞ്ഞേ മതിയാകൂ. സുഡാനിലെ ആഭ്യന്തര കലാപം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. അവർക്ക് നീതി കിട്ടണം. സുഡാനിലെ ജനതയ്ക്കു മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും നീതി കിട്ടണം. മതത്തിൻ്റെ, ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, വംശത്തിൻ്റെ പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കി തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന മനുഷ്യരെ പോലെ നമ്മൾ അധപ്പതിക്കാതിരിക്കുക. പീഡിതരായ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള മനസ്സുണ്ടാവുക.